യോനാ പ്രവചനം 4:3. ആകയാൽ യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. മരിക്കാൻ ആഗ്രഹിക്കുകയും എന്നാൽ ആത്മഹത്യ ചെയ്യുന്നത് നിത്യനരകത്തിന് കാരണമാവുകയും ചെയ്യുമെന്നറിയാവുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ എന്താകും? ഒരുപക്ഷെ യോന അത്തരം മാനസികാവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ടാവണം. ഏച്ചുകെട്ടുകളില്ലാത്ത, അഭിനയിക്കാൻ അറിയാത്ത പ്രവാചകനായിരിക്കുമ്പോൾ തന്നെ വികാരാധീനനാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു യോന. ദൈവത്തിന് പലരെയും ഉപയോഗിക്കാൻ തടസ്സം ഈ വൈകാരിക കയറ്റിറക്കങ്ങളാണ്. ചില നേരത്ത് ദൈവത്തിനായി എന്തും ചെയ്യാൻ തയ്യാറാവുകയും ചില നേരങ്ങളിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് തീരുമാനമെടുക്കുകയും ചെയ്യുന്നവർ. ഏതൊരു ജോലിക്കും അതിൻ്റെ നിലയിലുള്ള വെല്ലുവിളികളുണ്ടെന്നും അതിനെ സധൈര്യം നേരിട്ടേ തീരൂ എന്നും മനസ്സിനെ ഉറപ്പിക്കണം. മാനസിക കയറ്റിറക്കങ്ങൾ ഉള്ളവരെയും ദൈവം കൈവിടാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും പല അനുഭവങ്ങളിലൂടെ അവരെ പാകപ്പെടുത്തി കൂടുതൽ ദൈവത്തിനായി ഉപയോഗിക്കാൻ അവിടുന്ന് അവസരങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു എന്നും കൂടെ യോനായുടെ അനുഭവം പറഞ്ഞു തരുന്നു. യോന ഒരിക്കൽ തന്നെ എടുത്ത് കടലിൽ എറിഞ്ഞു കൊന്നുകളയാൻ കപ്പലിലെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവർ യോനയെ സഹായിച്ചെങ്കിലും ദൈവം തന്നെ മരണത്തിന് കീഴ്പ്പെടാൻ അനുവദിച്ചില്ല. ഇപ്പോൾ തൻ്റെ പ്രവചനം പോലെ ചെയ്യാതെ അനുതപിച്ച ജനത്തിൻ്റെ പാപം ക്ഷമിച്ച ദൈവത്തോട് നീരസപ്പെട്ട് മരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. സ്വയം മരിക്കുകയില്ലെന്ന് തനിക്ക് ഉറച്ച തീരുമാനമുണ്ടായിരുന്നു എന്ന് ഈ സംഭവങ്ങളിൽ നിന്ന് ഗ്രഹിക്കാം. ദൈവം തീരുമാനിച്ചാലേ തൻ്റെ മരണം നടക്കൂ എന്നും അദ്ദേഹം മനസ്സിലാക്കി. ആകയാൽ ദൈവത്തോട് തന്നെ പ്രാണനെ എടുക്കാൻ പ്രാർത്ഥിക്കുന്നു. ഒരു പ്രവചനം പറഞ്ഞിട്ടത് നടക്കാതിരുന്നതിനാൽ ജനങ്ങൾ ഒരുപക്ഷെ തന്നെ കള്ളപ്രവാചകനെന്ന് മുദ്രകുത്തുമോ എന്ന ദുരഭിമാനവും മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരിക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്നതിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് വിഷമിക്കാതെ നമ്മെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.